ഹായ് ഡിയർ ഫ്രണ്ട്സ്, വീണ്ടും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയുമായാണ് വന്നിരിക്കുന്നത്. മിൻറ്റ് ലൈം ഒരു റിഫ്രഷിംഗ് ഡ്രിങ്കാണ്. ചൂട് കാലത്തും ഇഫ്താറിൻ്റെ സമയത്തുമൊക്കെ പ്രത്യേകിച്ച് ദാഹവും ക്ഷീണവുമൊക്കെ മാറ്റി നമുക്കൊരു ഉന്മേഷം തരുന്നൊരു ഡ്രിങ്കാണ്. എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് കരുതുന്നു. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മിൻറ്റ് ലൈം തയ്യാറാക്കാൻ വേണ്ടി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലോട്ടേക്ക് ഈ ഒരു അളവിൽ കുറച്ച് പുതിനയില ഇട്ട് കൊടുക്കാം. ഇനി നല്ല തണുപ്പിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 2 ഗ്ലാസ് അളവിലാണ് ഞാനിപ്പോൾ ഇതിലോട്ടേക്ക് ഒഴിക്കുന്നത്. ഇനി ഇതിലോട്ടേക്ക് ചെറിയൊരു പീസ് ഇഞ്ചിയും ചെറിയൊരു പീസ് പച്ചമുളകും ചേർത്ത് കൊടുക്കുക. പച്ചമുളകിൻ്റെ ചെറിയൊരു ഫ്ലേവർ മാത്രമേ ഉണ്ടാവുള്ളൂ. കൂടുതൽ ചേർത്താൽ നല്ല എരിവുണ്ടാകും. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇത്തിരി ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ടേക്ക് 1 ടേബിൾ സ്പൂണോളം ഹണി കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് വലിയൊരു ചെറുനാരങ്ങ ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് പിഴിഞ്ഞതിന്റെ നീര് ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു അരിപ്പയിലൂടെ നമുക്കൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മിൻറ്റ് ലൈം ഇവിടെ ഒരു ബൗളിലോട്ടേക്ക് അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. കണ്ടോ, നല്ല ടേസ്റ്റ് ആണ്, കാണാനും നല്ല ഭംഗിയില്ലേ. അതുപോലെ തന്നെ കുടിച്ചാലും എത്ര മതിയാവില്ല. ഇനി നമുക്ക് ഗ്ലാസ്സിലോട്ടേക്ക് സെർവ് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ഇനി വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു ചെറുനാരങ്ങയുടെ ഒരു പീസും കുറച്ച് പുതിനയിലയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇപ്പം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മിൻറ്റ് ലൈം ജ്യൂസ് ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റീഫ്രഷിങ് മിൻറ്റ് ലൈം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ജ്യൂസാണ് കേട്ടോ, നമുക്ക് എത്ര കുടിച്ചാലും മതിയാവില്ല. ശരിക്കും ഒരു റീഫ്രഷിംഗ് ആയിട്ടുള്ളൊരു ജ്യൂസാണിത്. പ്രത്യേകിച്ച് ചൂടുകാലത്തും അതുപോലെ തന്നെ ഇഫ്താറിൻ്റെ സമയത്തൊക്കെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നൊരു ഡ്രിങ്കാണ്. നമുക്ക് ചൂടും ദാഹവും ഒക്കെ മാറ്റി ശരീരത്തിന് നല്ലൊരു ഉന്മേഷം വരും. നല്ല കുളിർമ തരുന്ന ഒരു ജ്യൂസാണിത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഇൻഷാ അല്ലാഹ് വീണ്ടും മറ്റൊരു നല്ലൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.